പ്രതികാരം തീർക്കാൻ കോൺഗ്രസ് നേതാവിനെതിരെ കള്ളക്കേസെടുത്തതിൽ പ്രതിയായ ഉദ്യോഗസ്ഥന് പ്രമോഷൻ. ക്രിമിനൽ കേസ് വിചാരണ തുടരുന്നതിനിടെ ഉദ്യോഗസ്ഥന് പ്രമോഷൻ നൽകുന്നത് ചട്ടവിരുദ്ധമെന്നിരിക്കെയാണ് നീക്കം. കേസിൽ സിവിൽ കോടതി പോലീസുകാരന് 5 ലക്ഷം രൂപ പിഴയിട്ടിരുന്നു. പോലീസിലെ ക്രിമിനലുകളെ പ്രമോഷൻ നൽകി പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് പ്രതികാര നടപടിക്ക് വിധേയനായ DCC ജനറൽ സെക്രട്ടറി ഷാജർ അറാഫത്ത് റിപ്പോർട്ടറിനോട് പറഞ്ഞു. അപ്പോൾ ഈ ക്രിമിനലുകളെ, ഈ പോലീസിലെ ക്രിമിനൽ ഞാൻ എല്ലാവരെയും ആക്ഷേപിക്കുന്നില്ല, നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈ ക്രിമിനലുകളെ, ഈ ഗുണ്ടകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ ഗവൺമെൻറ് അല്ലേ? ഈ 2 വർഷത്തേക്കും 3 വർഷത്തേക്കും ഇൻക്രിമെൻ്റ് കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഇവരുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരെ സമീപിച്ചാൽ ഈ നേതാക്കന്മാർ അത് വീണ്ടും സെൻസറാക്കി കൊടുക്കും. എല്ലാ ആനുകൂല്യവും ഇവർക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഈ തിരിച്ചു കിട്ടുന്നത് കൊണ്ടാണ് ഇവർ വീണ്ടും കള്ളക്കേസ് എടുത്ത് ഇതുപോലെയുള്ള പൊതുപ്രവർത്തകന്മാരുടെ നെഞ്ഞത്തേക്ക് കയറുന്നത്. വിവരങ്ങളുമായി VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. VS രഞ്ജിത്ത്, ഫോണിൽ സംസാരിച്ച് വാഹനം ഓടിച്ചതിന് രജിസ്റ്റർ ചെയ്ത കേസ് കള്ളക്കേസാണെന്ന് തെളിയുകയും 5 ലക്ഷം രൂപ പിഴയിടുകയും ചെയ്തതാണ്. ഈ കേസുള്ളവർക്ക് പ്രൊമോഷൻ കൊടുക്കരുതെന്നുള്ള ചട്ടമൊക്കെ അറിയാത്തവരൊന്നും അല്ലല്ലോ ഈ കൊടുത്തത്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രൊമോഷൻ കിട്ടിയത്? വിജയ, തീർച്ചയായിട്ടും ക്രിമിനൽ കേസുണ്ട്. സിവിൽ കേസിൽ 5 ലക്ഷം രൂപ കീഴ്ക്കോടതി വിധിയായതാണ്. അത് ഹൈക്കോടതിയിൽ അപ്പീൽ നിലനിൽക്കുകയാണ്. ഈ ഷാജിർ അറാഫത്ത് എന്ന് പറയുന്നത് കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസുകാരുടെ തർക്കിച്ചു എന്ന പേരിൽ പോലീസുകാർ ഇദ്ദേഹത്തിനെതിരെ ഒരു കള്ളക്കേസ് ഇടുന്നു. അത് മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു എന്നുള്ളതായിരുന്നു ആ കേസ്. പക്ഷെ ആ കേസ് തെറ്റാണ് എന്ന് അദ്ദേഹം തെളിയിച്ചത് ഈ കേസ് അതിൻ്റെ സമയവും കോൾ റെക്കോർഡും ഒക്കെ കോടതിയിൽ ഹാജരാക്കുകയും ആ സമയത്തിന് ഈ പറയുന്ന പോലീസ് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോളും വന്നിട്ടില്ല എന്ന് തെളിയിക്കാനും സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കള്ളക്കേസാണെന്ന് തെളിഞ്ഞത്. സിവിൽ കോടതി 5 ലക്ഷം ഫൈനിട്ടു. കോടതി നിർദ്ദേശപ്രകാരം ക്രിമിനൽ കേസ് വിചാരണ കോടതി നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സമയത്താണ് മുൻ നടക്കാവ് CA ആയിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഇപ്പോൾ DYSP ആയി പ്രൊമോഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് പോലീസുകാർ നടത്തുന്ന ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകൾ നടത്തുമ്പോൾ അവർക്ക് പ്രൊമോഷൻ നൽകി പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാർ എന്നുള്ളതാണ് DCC ജനറൽ സെക്രട്ടറിയുടെ പ്രധാനപ്പെട്ട ആരോപണം. VS രഞ്ജിത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.